Dear students, this is a small session dealing with some points and MCQs related with plant growth and development. Okay, first question. Large and conspicuous nucleus is a characteristic feature of options: meristematic cells, cells undergoing elongation, cells undergoing maturation, root hair cells. അപ്പോൾ ഇത് ഫേസസ് ഓഫ് ഗ്രോത്തിൽ വരുന്ന സ്റ്റേജസ് ആണ്. അപ്പോൾ ഫേസസ് ഓഫ് ഗ്രോത്തിൽ വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് സ്റ്റേജ് ആണ്. അതായത് മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓരോ മെരിസ്റ്റമാറ്റിക് സെല്ലിനകത്തും ലാർജ് ആൻഡ് കോൺസ്പിക്വസ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഒരു വലിയ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. റിച്ച് ഇൻ പ്രോട്ടോപ്ലാസം. അതുപോലെ തന്നെ സെൽ വാൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്ട്രക്ചർ പ്രൈമറി ആയിരിക്കും, സെല്ലുലോസിക് ആയിരിക്കും. അതുപോലെ അബണ്ടൻറ്റ് പ്ലാസ്മോഡെസ്മേറ്റ ഉണ്ടായിരിക്കും. പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് ദാറ്റ് കണക്ട് ദി സൈറ്റോപ്ലാസം ഓഫ് അഡ്ജസെൻ്റ് സെൽസ്. അടുത്തടുത്തുള്ള രണ്ട് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സിനെയാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ പ്രത്യേകതകളാണ് ലാർജ് ആൻഡ് കോൺസ്പിക്വസ് ന്യൂക്ലിയസ്, റിച്ച് ഇൻ പ്രോട്ടോപ്ലാസം, സെൽ വാൾ പ്രൈമറി ആയിരിക്കും, സെല്ലുലോസിക് ആയിരിക്കും, റിച്ച് ഇൻ പ്ലാസ്മോഡെസ്മേറ്റ, അബണ്ടൻറ്റ് പ്ലാസ്മോഡെസ്മേറ്റ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഫസ്റ്റ്, അതായത് മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ സെൽസ് അണ്ടർഗോയിങ് ഇലോങ്ങേഷൻ, അതായത് മെരിസ്റ്റമാറ്റിക് കഴിഞ്ഞ് വരുന്നതാണ് ഇലോങ്ങേഷൻ. അപ്പോൾ ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇൻക്രീസ്ഡ് വാക്യുലേഷൻ, അതായത് നമുക്കറിയാം മെരിസ്റ്റമാറ്റിക് സെൽസിനകത്ത് വാക്യൂൾസ് ആബ്സെൻ്റ് ആയിരിക്കും. അതേസമയം ഒരു മെച്ചർ പ്ലാന്റ് സെല്ലിൻ്റെ സെൻട്രൽ പാർട്ടിലായിട്ട് ഒരു ലാർജ് വാക്യൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വാക്യൂൾ ഉണ്ടാകുന്നു, അതുപോലെ സെൽ എൻലാർജ്മെൻ്റ് ഉണ്ടാകുന്നു, ന്യൂ സെൽ വാൾ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഇലോങ്ങേഷൻ റീജിയനിലെ പ്രത്യേകതയാണ്. അടുത്തത് മെച്ചുറേഷൻ സോൺ. മെച്ചുറേഷൻ സോണിൽ പ്രോട്ടോപ്ലാസ്മിക് മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതുപോലെ അഡീഷണൽ, അതായത് സെല്ലിൻ്റെ മാക്സിമൽ സൈസ് അറ്റൈൻ ചെയ്യുന്ന സ്റ്റേജാണ് മെച്ചുറേഷൻ. അവിടെയാണ് ഈ റൂട്ട് ഹെയർ കാണുന്നത്. റൂട്ട് ഹെയറിൻ്റെ പ്രത്യേകത അത് യൂണി സെല്ലുലാറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് PGR, അതായത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് കരോട്ടിനോയിഡ്സ്? അതായത് പ്രധാനപ്പെട്ട പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്സിൻസ്, ജിബർലിൻസ്, സൈറ്റോകൈനിൻസ്, എത്തിലീൻ, അബ്സിസിക് ആസിഡ്. ഇതിൽ ഓക്സിൻസും അതുപോലെ ജിബർലിൻസും സൈറ്റോകൈനിൻസും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സാണ്. അബ്സിസിക് ആസിഡ് ഒരു ജനറൽ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററാണ്. എത്തിലിൻ ഈ രണ്ട് ആക്ടിവിറ്റിയും ഉണ്ട്. അത് പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ടും ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ 5 ഹോർമോൺസും അതിൻ്റെ കെമിക്കൽ കമ്പോണൻറ്റ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കരോട്ടിനോയിഡിൻ്റെ ഡെറിവേറ്റീവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ അബ്സിസിക് ആസിഡാണ്. ABA അബ്സിസിക് ആസിഡാണ്. ഫസ്റ്റ് IAA ഇൻഡോൾ അസറ്റിക് ആസിഡ്, അത് ഇൻഡോൾ കോമ്പൗണ്ടാണ് അതിനകത്ത് വരുന്നത് IAA. GA3 ജിബർലിക് ആസിഡ്, അത് ടെർപീൻസ് ആണ്, ടെർപീൻസ്. പിന്നെ കൈനറ്റിൻ, അത് ഡെറിവേറ്റീവ് ഓഫ് അഡിനിൻ ആണ്, ഡെറിവേറ്റീവ് ഓഫ് അഡിനിൻ. അടുത്ത് ഇനിയുള്ളത് എത്തിലീനാണ്, അത് ഗ്യാസാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഐസൊലേറ്റഡ് ഓക്സിൻ from the tips of coleoptiles of oat seedlings? Answer FW വെൻഡാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഫ്രാൻസിസ് ഡാർവിൻ. അതായത് ഈ ഓക്സിൻ്റെ വേർഡ് മീനിങ് ടു ഗ്രോ എന്നാണ്. അത് ഫസ്റ്റ് ഡിസ്കവേർഡ് ഗ്രോത്ത് റെഗുലേറ്ററാണ് ഓക്സിൻ. ഈ 5 പ്ലാന്റ് ഹോർമോൺസിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട പ്ലാന്റ് ഹോർമോണാണ് ഓക്സിൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ കൊടുത്തത്
ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനുമാണ്. അത് കനേറിയ ഗ്രാസിലെ എക്സ്പെരിമെൻസിലൂടെയാണ് ഓക്സിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. അതാണ് ഫ്രാൻസിസ് ഡാർവിൻ്റെ കോൺട്രിബ്യൂഷൻ. ദെൻ കുറോസോവ ഈ ജിബർലിൻസിൻ്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് ഓഫ് റൈസ് പ്ലാന്റ്, അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം ജിബറല്ല ഫ്യൂജിക്കുറോയ് എന്ന ഫംഗസ് എന്ന് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കുറോസോവയാണ്. പിന്നെ സൈറ്റോകൈനിൻസിൻ്റെ ഡിസ്കവറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സയൻറ്റിസ്റ്റാണ് സ്കൂക്ക് ആൻഡ് മില്ലർ. അപ്പോൾ ഇവിടെ FW വെൻ്റാണ് ഓക്സിൻസിനെ എവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കോളിയോപ്റ്റൈൽസ് ഓഫ് പോട്ട് സീഡ്ലിങ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Growth regulator used to speed up the malting process in brewing industry. അപ്പോൾ ഈ മാൾട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാൾട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് സ്റ്റീപ്പിംഗ്, ജെർമിനേറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ഗ്രെയിൻസ് ടു ഫോം എന്താണ്? മാൾട്ട്. അതായത് ഗ്രെയിൻസിനെ മാൾട്ടാക്കി മാറ്റുന്നു. മാൾട്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ബിവറേജസ്, പ്രത്യേകിച്ച് ബിയറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാൾട്ടാക്കി മാറ്റുന്ന പ്രോസസ്സ് ഈ ഗ്രെയിൻസിനെ, അതാണ് ആദ്യം നമ്മൾ കുതിർക്കുന്നു, അതാണ് സ്റ്റീപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ജെർമിനേറ്റ്, മുളപ്പിക്കുന്നു, പിന്നെ ഡ്രൈ ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് മാൾട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബിവറേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബ്രൂവിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത്, അതായത് മാൾട്ടിങ്ങിനെ സഹായിക്കുന്ന, സ്പീഡപ്പ് ചെയ്യുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്നാണ്. അതായത് ജിബർലിക് ആസിഡ് ആണ്, GA3 ആണ്. ബാക്കി കൊടുത്തിരിക്കുന്ന NAA, അതായത് നാഫ്തലീൻ അസറ്റിക് ആസിഡ്, അത് ഓക്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. IBA ഇൻഡോൾ ബ്യൂട്രിക് ആസിഡാണ്. പിന്നെ അബ്സിസിക് ആസിഡ്, ഇതെല്ലാം തന്നെ മറ്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ GA3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാന്റ് ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ടു ഓവർകം ദി ഏപ്പിക്കൽ ഡോമിനൻസ് ഈസ്. അപ്പോൾ എന്താണ് ഏപ്പിക്കൽ ഡോമിനൻസ്? ഏപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് ഏപ്പിക്കൽ ബഡ്സ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് ദി ഗ്രോത്ത് ഓഫ് ലാറ്റർ ബഡ്സ്. അതായത് ഏപ്പിക്കൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ലാറ്റർ ബഡ്സിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏപ്പിക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്സിനാണ്. അതിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് സൈറ്റോകൈനാണ്. സോ ദേ ആക്ട് ആൻറ്റഗോണിസ്റ്റിക്കലി. അപ്പോൾ ഓക്സിൻസ് ആൻഡ് ജിബർലിൻസ് ആക്ട് ആൻറ്റഗോണിസ്റ്റിക്കലി ഇൻ ദ കൺട്രോൾ ഓഫ് ഏപ്പിക്കൽ ഡോമിനൻസ്. അപ്പോൾ ഇവിടെ ആൻസർ സൈറ്റോകൈനിൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർമേഷൻ ഓഫ് ഇൻ്റർഫെസിക്കുലാർ കാമ്പിയം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. അതായത് ഈ ഇൻ്റർഫെസിക്കുലാർ കാമ്പിയം എന്ന് പറയുമ്പോൾ ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ലാറ്ററൽ മെരിസ്റ്റംസ് ആണുള്ളത്. ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം, അതായത് ഇൻട്രാഫെസിക്കുലാർ എന്ന് പറയുമ്പോൾ ഒരു വാസ്കുലർ ബണ്ടിൻ്റെ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലായിട്ട് കാണുന്നത്. ഇൻ്റർഫെസിക്കുലാർ കാമ്പിയം എന്ന് പറയുമ്പോൾ അത് ബിറ്റ്വീൻ ദി വാസ്കുലാർ ബണ്ടിൽസ്. പിന്നെ മൂന്നാമത്താണ് കോർക്ക് കാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അൺഡിഫറൻസിയേഷൻ, ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. അപ്പോൾ അൺഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് സെൽസിന് സ്പെസിഫിസിറ്റി വരുന്നില്ല. അതായത് അത് മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്, എപ്പോഴും ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ് മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. അതാണ് അൺഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഫങ്ഷൻസ് ഇല്ല, ഡിവിഷൻ്റെ കപ്പാസിറ്റി കൂടുതലാണ്. അതിന് ഡിവിഷനുള്ള കപ്പാസിറ്റി കുറയുകയും അത് മെച്ചറാകുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നു. അത് സ്പെസിഫിസിറ്റി വരുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ഫങ്ഷൻസ് അസൈൻ ചെയ്ത് വരുന്നുണ്ട്. അതിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഡീഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. ഡീഡിഫറൻസിയേഷൻ
വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിനെയാണ് റീഡിഫറൻസിയേഷൻ. നമ്മൾ ഈ പോളറൈസ്ഡ്, ഡീപോളറൈസ്ഡ്, റീപോളറൈസ്ഡ് എന്നൊക്കെ പറയുന്നത് പോലെ അൺഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ഡിവൈഡിങ് സെൽസിൻ്റെ ആ ഫേസ് ആണ്. അതിന് മെച്ചുറേഷൻ, അതായത് സ്പെസിഫിസിറ്റി വരുന്നതാണ് ഡിഫറൻസിയേഷൻ. അതിന് വീണ്ടും ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടുന്നതാണ് ഡീഡിഫറൻസിയേഷൻ. അത് വീണ്ടും നഷ്ടപ്പെടുന്നതാണ് റീഡിഫറൻസിയേഷൻ. അപ്പോൾ ഇൻ്റർ ഫെസിക്കുലാർ ക്യാമ്പിയോ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഡിഫറൻഷിയേറ്റഡ് ആണ്. ഡിഫറൻസിയേഷൻ, അതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രോത്ത് ക്യാൻ ബി measured in various ways. Which of these can be used as parameters to measure growth? അപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ സെൽ നമ്പർ, ഇൻക്രീസ് ഇൻ സെൽ സൈസ്, ഇൻക്രീസ് ഇൻ ലെങ്ത്, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇൻക്രീസ് ഇൻ പ്രോട്ടോപ്ലാസമാണ്. അപ്പോൾ ഒരു പാരാമീറ്റർ ഉപയോഗിച്ച് നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഗ്രോത്ത് മെഷറബിളാണ്. അപ്പോൾ പലതരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രോത്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻക്രീസ് ഇൻ സെൽ നമ്പർ, ഇൻക്രീസ് ഇൻ സെൽ സൈസ്, ഇൻക്രീസ് ഇൻ ലെന്ത്, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. അതിൽ ഫസ്റ്റ് ഇൻക്രീസ് ഇൻ സെൽ നമ്പർ, അതായത് ഒരു സിംഗിൾ മെയ്സ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം, സിംഗിൾ മെയ്സ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം 17,500 സെൽസ് പെർ അവർ ഫോം ചെയ്യാം. അതായത് സിംഗിൾ മെയ്സ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് ഒരു മണിക്കൂറിൽ 17,500 ന്യൂ സെൽസ് ഫോം ചെയ്യും. അപ്പോൾ അത് ഇൻക്രീസ് ഇൻ സെൽ നമ്പറായിട്ട് വരും. അതേസമയം വാട്ടർ മെലൻ്റെ കേസിലാണെങ്കിൽ സെൽ സൈസ് ഇൻക്രീസ് ചെയ്യും. ഒരു സെല്ല് തന്നെ 350,000 ടൈംസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് സെൽ സൈസാണ്. ഇനി പോളൻ ട്യൂബിൻ്റെ കേസിലാണെങ്കിൽ ഇൻക്രീസ് ഇൻ ലെന്ത് ആണ് അതിൻ്റെ ഗ്രോത്ത്. അതേസമയം ഡോർസി വെൻട്രൽ ലീഫിൻ്റെ കേസിൽ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയ കൂടുന്നതാണ് ഒരു ഡോർസി വെൻട്രൽ ലീഫിൻ്റെ കേസിൽ നമ്മൾ ഗ്രോത്തായിട്ട് മെഷർ ചെയ്യുന്നത്. പോളൻ ട്യൂബിൻ്റെ ലെന്ത് കൂടുന്നതാണ് അതിൻ്റെ ഗ്രോത്തായിട്ട് കാണുന്നത്. അതേസമയം വാട്ടർമെൻ്റെ കേസിൽ ഒരു സെല്ല് തന്നെ 350,000 ടൈംസ് ഇൻക്രീസ് ചെയ്യും. അതേസമയം സിംഗിൾ മെയ്സ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഒരു മണിക്കൂറിൽ 17,500 സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇൻക്രീസ് ഇൻ സെൽ നമ്പറാണ്. അപ്പോൾ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഗ്രോത്ത് റെഗുലേറ്റർ അസോസിയേറ്റ് വിത്ത് ദി സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ട്യൂബേഴ്സ്. അതായത് സ്പ്രൗട്ടിംഗ് എന്ന് പറയുമ്പോൾ ജെർമിനേഷൻ എന്നാണ്. അതായത് പൊട്ടറ്റോ ട്യൂബറിൻ്റെ കേസിൽ ഈ പൊട്ടറ്റോയിലെ ഈ ബഡ്സിന് നമ്മൾ പറയുന്ന പേര്, ആ നോഡിൽ കാണുന്ന ബഡ്സ്, അതിന് പറയുന്ന പേരാണ് ഐസ് എന്ന് പറയും. അത് ഡോർമെൻ്റ് ആണ്. അത് ആക്റ്റീവ് ആകുന്ന പ്രോസസ്സ്, അത് ന്യൂ പ്ലാന്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സ്, അതാണ് സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ട്യൂബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് റെഗുലേറ്റർ അസോസിയേറ്റ് വിത്ത് ദി സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ട്യൂബേഴ്സ്, അത് എത്തിലീനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെട്രോഫിലി ഇൻ കോട്ടൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് ഹെട്രോഫിലി എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ഷേപ്സ് ഓഫ് ലീവ്സ് ഓൺ എ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ പലതരത്തിലുള്ള ലീവ്സ് കാണുന്നതിനെയാണ് ഹെട്രോഫിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെട്രോഫിലി എന്ന് പറയുന്ന പ്ലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിളാണ്. പ്ലാസ്റ്റിസിറ്റി ഈസ് ദ ability of plants to follow different pathways in response to phases of life or environment to form different kinds of structures. ഇതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആ പ്ലാസ്റ്റിസിറ്റിക്ക് ഒരു എക്സാമ്പിളാണ് ഹെട്രോഫിലി. അപ്പോൾ ആൻസർ പ്ലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ ഹെട്രോഫിലി എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റിയുടെ ഒരു എക്സാമ്പിളാണ്. അത് ഏതിനാണ് കാണുന്നത്? കോട്ടണിലാണ് കാണുന്നത്. ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്ന അബ്സിഷൻ. അബ്സിഷൻ എന്ന് പറയുമ്പോൾ ഷെഡിങ് ഓഫ് പ്ലാന്റ് പാർട്സ്. ആ മെച്ചറാകുന്ന സമയത്ത് പ്ലാന്റ്സിൻ്റെ ഇപ്പോൾ ലീവ്സ് ആണെങ്കിലും ശരി, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് എല്ലാം കൊഴിഞ്ഞു പോകുന്നതിനെയാണ് അബ്സിഷൻ എന്ന് വിളിക്കുന്നത്. ബോൾട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലോങ്ങേഷൻ ഓഫ് ഇൻ്റർനോഡ്സ്
പ്രയർ ടു ഫ്ലവറിങ്. ഫ്ലവറിങ്ങിന് തൊട്ട് മുമ്പായിട്ട് പ്ലാന്റ്സിൻ്റെ ഇൻ്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബോൾട്ടിങ് എന്ന് പറയുന്നത്. ഇത് കോസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ജിബർലിൻസ് ആണ്. അടുത്തത് സെനിസൻസ്. സെനിസൻസ് എന്ന് പറയുന്ന ഓൾഡ് ഏജ് അല്ലെങ്കിൽ റണ്ണിങ് ഡൗൺ, അത് വയസ്സാകുന്നതിനെയാണ് സെനിസൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ പ്ലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ കോട്ടൺ പ്ലാന്റിൽ പ്ലാസ്റ്റിസിറ്റി കാണിക്കുന്ന, അതായത് ഹെട്രോഫിലി കാണിക്കുന്നത് എന്താണ്, ജുവനൈൽ പ്ലാന്റും അതുപോലെ അഡൾട്ട് പ്ലാന്റ് രണ്ട് തരത്തിലുള്ള ലീവ്സ് ആണ് കാണിക്കുന്നത്. അതേസമയം ബട്ടർ കപ്പിലാണെങ്കിൽ ലീവ്സ് എന്താണ്, സബ്മേർജ്ഡ് ലീവ്സ്, ഡിസെക്റ്റഡ് ലീവ്സും ഏരിയൽ ലീവ്സ്, അൺഡിസെക്റ്റഡ് ലീവ്സുമാണ് കാണിക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഫേസസ് ഓഫ് ലൈഫ് കൊണ്ടോ ആണ് ഇവിടെ ഈ ഹെട്രോഫിലി ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് ഓഫ് ലീവ്സ് A and B in a given time to produce A1 and B1 leaves are respectively. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് റേറ്റ് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്? അപ്പോൾ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫൈനൽ സർഫസ് ഏരിയ മൈനസ് ഇനിഷ്യൽ സർഫസ് ഏരിയ. ഫൈനൽ സർഫസ് ഏരിയ മൈനസ് ഇനിഷ്യൽ സർഫസ് ഏരിയ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് എന്താണ്, ഈ കേസ് ഫസ്റ്റ് കേസിൽ ഫൈനൽ സർഫസ് ഏരിയ 10 ആണ്, ഇനിഷ്യൽ സർഫസ് ഏരിയ 5 ആണ്. അപ്പോൾ 10 മൈനസ് 5 ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ ഇവിടെ ഇനിഷ്യൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ഫൈനൽ എന്ന് പറയുന്നത് 55 ആണ്, ഇനിഷ്യൽ എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 55 മൈനസ് 50 അതും 5 തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ലീവ്സിൻ്റെ കേസിലും അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5 തന്നെയാണ്. അതേസമയം റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം, ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ സൈസ് ഇൻറ്റു 100. ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ സൈസ് ഇൻറ്റു 100. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും, 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100. അപ്പോൾ എത്രയായിരിക്കും, 100 ആണ്. അപ്പോൾ ഒന്നാമത്തെ ലീഫിൻ്റെ കേസിൽ, അതായത് A1 മാറുന്ന കേസിൽ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 100% ആണ്. അതേസമയം രണ്ടാമത്തെ കേസിൽ, അതായത് എന്താണ്, ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് അവിടെയും എന്ത് തന്നെയാണ്, 5. ഇനിഷ്യൽ സൈസ് എന്ന് പറയുന്നത് 50 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 10%. അപ്പോൾ രണ്ടാമത്തെ കേസ് B1 ആകുന്ന കേസിൽ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് രണ്ടിനും 5 തന്നെയാണ്. അതേസമയം റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ 100%ഉം സെക്കൻഡ് കേസിൽ 10%ഉമാണ്. അപ്പോൾ ആൻസർ ഡി ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതായത് 2 ഈവൻറ്റ്സ് ചേർന്നതാണ്. അതായത് സെൽ ഡിവിഷൻ ഫോളോഡ് ബൈ സെൽ എൻലാർജ്മെൻറ്റ്, സെൽ ഡിവിഷനെ ഫോളോ ചെയ്ത് സെൽ എൻലാർജ്മെൻറ്റ് വരും. അതേസമയം ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് പ്ലസ് ഡിഫറൻസിയേഷൻ, അതായത് ഗ്രോത്ത് കഴിഞ്ഞ് എന്താണ് ഡിഫറൻസിയേഷൻ, അതായത് പ്രോട്ടോപ്ലാസ്മിക് മോഡിഫിക്കേഷൻസ് വരുന്നു. ഇതാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഗ്രോത്ത് മെഷറബിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഗ്രോത്ത് എന്ന് പറയുന്നത് പ്ലാൻ ഗ്രോത്തും ആനിമൽ ഗ്രോത്തും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പ്ലാൻ ഗ്രോത്ത് അൺലിമിറ്റഡ് ആണ്, നമ്മളതിന് ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് എന്ന് പറയും. അതേസമയം ആനിമൽ ഗ്രോത്ത് ലിമിറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഗ്രോത്ത് റേറ്റ്. അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റുമുണ്ട്, അതുപോലെ ജോമെട്രിക്കൽ ഗ്രോത്ത് റേറ്റുമുണ്ട്. അരിത്തമെറ്റിക്കൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഗ്രാഫ് ലീനിയർ കർവാണ്. അവിടെ 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നതിൽ ഒന്ന് മാത്രമേ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യുകയുള്ളൂ. അതേസമയം ജോമെട്രിക്കൽ ഗ്രോത്ത് റേറ്റിൽ എന്താണ്, ഗ്രാഫ് എന്ന് പറയുന്നത് എസ് ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവാണ്. അവിടെ 2 ഡോട്ടർ സെൽസും
ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് ആണ്, ട്രേസ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സൈറ്റിൽ നിന്ന് വളരെ ദൂരത്തിലായിരിക്കും. അതുപോലെ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഏത് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെയും നമ്മൾ മെസ്സഞ്ചേഴ്സ്, അതായത് ഫസ്റ്റ് മെസ്സഞ്ചേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സൊക്കെയാണ് അല്ലെങ്കിൽ പോയിൻറ്റ്സാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. അതിൽ വെറും 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഈ സിമിലറായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.